ഞാൻ പിന്നെ എറണാകുളത്ത് ഷോപ്പ് തുടങ്ങി, കാലിക്കറ്റ് ഷോപ്പ് തുടങ്ങി. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ 100 ഷോപ്പുകൾ ഇന്ത്യയിൽ, 100 പിന്നെ കേരളത്തിൽ 100 ഔട്ട്ലെറ്റുകൾ തുടങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ വരുന്നത്. ഈ സമയത്താണ് പിന്നെ നമ്മളെ പാർട്ട്ണർ നമ്മളെ അടുത്ത് നിന്ന് വിട്ടുപോകേണ്ടത്, വേറൊരു പ്രോജക്റ്റുമായിട്ട് മുമ്പർക്ക് മാറിയിക്കേണ്ടി വന്നു. ഇതും കൂടെ വന്നപ്പോൾ എൻ്റെ ഏകദേശം എല്ലാം പോയി. കാരണം നല്ലൊരു ഫണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ വേഗം ഞങ്ങൾ എഗ്രിമെൻ്റ് പാർട്ണർഷിപ്പ് ഒരു പിന്നെ നല്ല ഫണ്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ട് ഇദ്ദേഹത്തിനായിട്ട് ഞാൻ വേഗം ഒരു എഗ്രിമെൻ്റ് ആക്കിയിട്ട് ഇന്ന സമയത്ത് നിങ്ങളെ പൈസ തരുന്ന. അങ്ങനെ പിന്നെ എനിക്ക് ഈ പ്രോജക്റ്റ് തുടങ്ങണം, ഇവിടെ നഷ്ടം വേറെ ഉണ്ട്, ഈ പാർട്ണർഷിപ്പ് പിരിയുന്നു, ഇതെല്ലാം കൂടെ വരികയാണ്. ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഈ സമയത്ത് വരുമ്പോൾ ഞാൻ ഈ സമയത്താണ് ഞാൻ നേരെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം യൂറോപ്പ് ട്രിപ്പ് പോകുന്നുണ്ട് തന്നെ, ബിസിനസ് ടൂറാണെന്ന് പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഒരു 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ സമയത്ത് യൂറോപ്പിലേക്ക് അങ്ങ് പോവാം. യൂറോപ്പിലേക്ക് മൊത്തം പ്രശ്നമാണ്. മൊത്തം പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം. അങ്ങനെ പോയി പിന്നെ നമുക്ക് കാണാനുള്ളത് ബെൻസ് മ്യൂസിയം, കാറ്റാടി മ്യൂസിയം, ചീസ് ഫാക്ടറി, അങ്ങനെ കുറേ പിന്നെ പെർഫ്യൂം ഫാക്ടറി, ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ കണ്ട് ഞാൻ പിന്നെ ഹോളണ്ടിൽ എത്തിയപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു സ്ഥലത്ത് പോയി ചീസ് ഫാക്ടറി. നമ്മൾ എന്ത് ചീസ് ഫാക്ടറി കാണാനാ? അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പിന്നെ ഒരു ലേഡി വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന്. ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അവരൊരു മരത്തിൻ്റെ ഷൂ ഉണ്ടാക്കുന്നത്, നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, യൂട്യൂബിലൊക്കെ, മരത്തിൻ്റെ ഷൂ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു തന്ന്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പോയിട്ട് ചീസ് പിന്നെ പണ്ടത്തെ കാലം മുതൽ ചീസ് സൂക്ഷിക്കുന്നത്, അതിങ്ങനെ കളറൊക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്ന്. ഇതൊക്കെ കഴിഞ്ഞ് നേരെ എല്ലാവരും പിന്നെ ഒരു സെയിൽസ് കൗണ്ടറിലേക്കാണ് കയറി. ഈ സെയിൽസ് കൗണ്ടറിൽ കയറി വെക്കുമ്പോൾ പിന്നെ ഞങ്ങളെ കൂടെ ഉള്ളത് ഞങ്ങൾ 32 ആൾ. പിന്നീട് ഇത് ഈ സെയിൽസ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്താൽ കയറിയത്. ഈ സെയിൽസ് കൗണ്ടറിൽ കയറിയിട്ട് ഞാൻ ഒന്നും വാങ്ങിയതൊന്നുമില്ല, ഞാനിങ്ങനെ പഠിക്കുകയാണല്ലോ. ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ കവറ് യൂറോ കൊടുത്തിട്ടാണല്ലോ വാങ്ങിപ്പോരുന്നത്. അവിടെ ഇതൊരു കുഴപ്പമില്ലല്ലോ. അത് ഇതെനിക്ക് ഭയങ്കരമായി. പിന്നെ ഞാൻ ഫുള്ള് വീഡിയോസും ഞാനിവിടെ ഇറങ്ങുന്നില്ല, ഇവരെ എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കുക. അങ്ങനെ ഞാൻ ബസ് കയറിയിട്ട് പറയാണ്, ഞാൻ അനൗൺസ് ചെയ്യാണ്, ഞാൻ വയനാട്ടിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഹണി മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരു വർഷത്തിനുള്ളിൽ ഒരു ഹണി മ്യൂസിയം ഞാൻ തുറക്കും. അവിടെ നിന്ന് പറഞ്ഞ് നേരെ പോന്ന്. അപ്പോൾ പിന്നെ ഇത് ശരിക്കും അവർക്കറിയില്ല, പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് അല്ല. അപ്പോൾ ഇത് ഡിസംബറിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പോയി പിന്നെ ഇവിടെ വന്ന് ജനുവരിയിലാണ് ഇവിടെ ഡിസംബർ 29 എത്തി. ഞാൻ പിന്നെ ഫുള്ള് ഹണി മ്യൂസിയത്തിൻ്റെ പ്രോജക്റ്റല്ല എൻ്റെ തലയിലുള്ളത്. ഞാൻ ഒരു പഴയ ചീസ് ഫാക്ടറി നേരെ ഹണി മ്യൂസിയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആദ്യം തന്നെ ഇതിന് തിരയാണ്. കോൺഫ്ലിക്ട്സ് ഉണ്ട് കേട്ടോ, 3 കോൺഫ്ലിക്ട്സ് ഉണ്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പ്, പിന്നെ ആ ഒരു പ്രശ്നങ്ങളുള്ളത്. അതെങ്ങനെ സോൾവ് ചെയ്തു? അപ്പോൾ അത് ഞാൻ എഗ്രിമെന്റ് ആക്കിയിട്ട് ഒരു വർഷത്തേക്കുള്ള ഗ്യാപ്പ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഇനി അടുത്തത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോജക്റ്റ് അവിടെ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്, പിന്നെ പാസ്സായിട്ട് മിഷനറി ഒക്കെ കിട്ടും. ബാക്കിയുള്ള പ്രശ്നങ്ങളാണല്ലോ. പിന്നെ എനിക്ക് ഫണ്ട് വേണം. അങ്ങനെ ഈ സമയത്ത് ഞാൻ എന്താണ് ഈ പ്രോജക്റ്റ് എൻ്റെ തലയിൽ കയറിയോണ്ട് പിന്നെ എനിക്കൊരു ലക്ഷ്യം വന്നല്ലോ. എനിക്ക് പിന്നെ എന്താണ് ഇത് ഒരു വർഷത്തിനുള്ളിൽ ഇത് തുറക്കണം. അങ്ങനെ ഞാൻ ഇതിൻ്റെ വർക്കായിട്ട് തുടങ്ങി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 മാസം വർക്ക് നടന്നപ്പോഴേക്ക് മാർച്ച് 22-ന് ലോക്ക്ഡൗൺ വന്നു. കോവിഡ് വന്നപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ വീടിൽ നിന്ന് ആകെ പിന്നെ 1 കിലോമീറ്റർ ഉള്ള ഈ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ വർക്ക് 2 മാസം ഫുള്ളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന്. ഈ സമയത്ത് എനിക്കൊരു ഫാമൊക്കെ ഉണ്ട്, അവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഉണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. വർക്ക് തുടങ്ങി ഏകദേശം ഒരു ജൂൺ ആയപ്പോഴേക്ക് എനിക്ക് മിഷനറി കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ് അവിടെ. പിന്നെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നമ്മളെ ഇതിൻ്റെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഉള്ളോട്ടുള്ള സ്ഥലത്താണ്, ഹൈവേയിലൊന്നല്ല ഇത് ചെയ്യുന്നത്. ഹൈവേന്ന് വിട്ടിട്ട് ഒരു റൂറൽ ഏരിയയിൽ ഞാനിങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും, എൻ്റെ ജോലിക്കാർക്കൊക്കെ ടെൻഷനായി, ഇതെന്താണ് ഉസ്മാനൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടീഷനിലായി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്നോട് നാട്ടുകാർ വിളിച്ചിട്ട് ചോദിച്ചു, ഒരാളെന്നെ വിളിച്ച് ചോദിക്കുകയാണ്, നിൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ? അല്ല നീ എന്തിനാ, നിനക്കെന്താ പ്രാന്തുണ്ടോ, നിനക്കെന്താ സൂക്കടുണ്ടോ, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാമെന്നാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം പിന്നെ സെപ്റ്റംബർ, എനിക്ക് നവംബർ 11-നാണ് എൻ്റെ
പാർട്ണർക്ക് ഫണ്ട് കൊടുക്കേണ്ടതുള്ളത്. അപ്പോൾ ഞാൻ ഒക്ടോബർ 30 എൻ്റെ പ്ലാന്റിൻ്റെ ഇനാഗുറേഷൻ വെച്ച്, ഈ പ്ലാന്റിൻ്റെ ഇനാഗുറേഷൻ വെച്ചിട്ട് ഞാൻ ആ ഇനാഗുറേഷൻ അനൗൺസ് ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു. എനിക്ക് ഇൻവെസ്റ്റേഴ്സിന് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ്. 10 ദിവസം കൊണ്ട് എനിക്ക് ഫണ്ടിങ് വരികയാണ്. എൻ്റെ പ്രോജക്റ്റ് ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ ആ പ്രോജക്റ്റ് എന്താണെന്ന് അതിൽ എനിക്ക് ഫണ്ട് വന്നു. ഞാൻ എന്താ ചെയ്ത്, ഞാൻ എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തി നേരെ എൻ്റെ ഇൻവെസ്റ്റർക്ക് കൊടുക്കാനുള്ള, എൻ്റെ സുഹൃത്തിന് കൊടുക്കാനുള്ള ഫണ്ട് കൊടുത്ത് അത് ഒക്കെ സെറ്റിലാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജനുവരി 18 ആ ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയം എന്നുള്ള ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ഓപ്പൺ ചെയ്ത്. ആകെ നമ്മൾ കേട്ടിരിക്കുന്ന തേൻ എന്ന് പറഞ്ഞാൽ ചെറുതേൻ, വൻതേൻ, കൂടിയൊന്ന കാട്ടുതേൻ, ഇത്രേ കേട്ടിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ബി ക്രാഫ്റ്റിൽ ഒരുപാട് വെറൈറ്റി ഓഫ് തേനുകളാണ് ഞാൻ കണ്ടത്. ഉദാഹരണം പറയും മസ്റ്റാർഡ് ഹണി എന്നൊക്കെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹണിയിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ എത്ര തരം തേനുകളുണ്ട്, അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ എത്താനുള്ളൊരു കാരണം എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഞാൻ ഈ തേനിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാധ്യത ആകെ 10% ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഉൽപ്പാദനവും വിപണിയും ശരിക്കും 10% ലോകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തേനിൻ്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ പിന്നെ 80,000 ടണ്ണ് ഹണിയാണ് പെർ ഇയർ ഉൽപ്പാദനം ഉള്ളത്. ഇപ്പോൾ പറഞ്ഞില്ല മസ്റ്റാർഡ് ഹണി. ഈ മസ്റ്റാർഡ് ഹണീൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള തേന് മസ്റ്റാർഡ് ഹണിയാണ്. അതെങ്ങനെയാണ് ഈ മസ്റ്റാർഡ് ഹണി എന്നുള്ളത്? മസ്റ്റാർഡ് ഹണി എന്ന് പറഞ്ഞാൽ കടുക് പൂന്തേൻ. ഇപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് റബ്ബർ തേനാണ്. റബ്ബർ തോട്ടങ്ങളിലൊക്കെ വെച്ചിട്ടാണ്, ബോക്സ് വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ലോകത്ത് മുഴുവനും ഓരോ സമയത്ത് കിട്ടുന്ന പൂക്കളിൽ നിന്ന് വിരിയുന്ന പൂക്കൾ, ഇപ്പോൾ ലിച്ചി പൂക്കുന്ന സമയം ഏപ്രിൽ ഒക്കെ സമയത്താണ്. സിഡർ ഹണി വരുന്നത് ശരിക്ക് ഒക്ടോബർ നവംബറിലാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഡിസംബറോടടുത്തിട്ടാണ് പിന്നെ മസ്റ്റാർഡ് ഹണി വരുന്നത്. അങ്ങനെ ഓരോ ഹണിക്കും ഓരോ പൂക്കൾ പൂക്കുന്ന സമയം ഉണ്ടാകുമല്ലോ, ഈ സമയത്ത് ഉള്ള കളക്ഷനാണ് ഈ ഹണി വരുന്നത്. ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് ഒരേ കൃഷിയുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഈ ഗുണ്ടൽപേട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം സൂര്യകാന്തി പൂക്കുന്ന സമയം. ഈ സൂര്യകാന്തി തേനുണ്ട്, നല്ല മഞ്ഞ കളറുള്ള നല്ല ടേസ്റ്റുള്ള ഹണിയാണ്. അപ്പോൾ ഏക്കർ കണക്കിന് ഒരേ കൃഷി. ഈ കൃഷി സ്ഥലങ്ങളിൽ ഇവരെന്ത് ചെയ്യും? ബോക്സ് കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഈ ബോക്സ് കൊണ്ടുപോയി വെച്ചിട്ട് ഹണി കളക്ട് ചെയ്യും. അപ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, അവിടെ പോളിനേഷൻ നടക്കും നല്ല രീതിയിൽ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഹണി കളക്ഷനും നടക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൃഷി കഴിഞ്ഞാൽ അടുത്തത് ചിലപ്പോൾ ഇവിടെ മസ്റ്റാർഡ് ഹണി കഴിഞ്ഞാൽ പിന്നെ കോറിയൻഡർ ഉണ്ടാവുക. അപ്പോൾ കോറിയൻഡറിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോകും. പിന്നെ ലിച്ചി ഉണ്ടാവും, ലിച്ചിയിൽ വെക്കും. പിന്നെ സിഡർ ഉണ്ടാവും, അജുവൈൻ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഓരോ വെറൈറ്റീസ് ഹണീൻ്റെ സമയത്തും ഈ ബോക്സുകൾ മാറ്റി വെച്ചിട്ടാണ്